ഹായ് മുത്തുമണികളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി പുട്ടാട്ടോ. നമ്മൾ എന്നും ഈ വെള്ള കളറിൽ ഒരേ രുചിയിൽ പുട്ട് ചുട്ട് കഴിഞ്ഞാൽ നമുക്കൊക്കെ അതിനോടൊരു മട്ടിപ്പ് വരും, നമ്മളെ മക്കൾക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ അപ്പായിക്കോട്ടെ പുട്ടായിക്കോട്ടെ ഓരോ വെറൈറ്റി ചുടുകയാണെങ്കിൽ നമ്മളെ മക്കൾ ഒരു മടുപ്പില്ലാതെ കഴിക്കും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ഞാൻ അജ്മി പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് ആ പാകത്തിന് നമുക്ക് എത്ര അളവ് വെച്ചാൽ അതിന് പാകത്തിന് പുട്ടുപൊടി എടുത്തിട്ട് നമുക്ക് അതിലേക്ക് പൊടിപ്പ് ഇട്ട് കൊടുക്കുക. അതും പൊടിയും കൂടി മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ വെള്ളം നനച്ച് കൊടുക്കുക കേട്ടോ. പുട്ടുപൊടിയും ഉപ്പും കൂടി മിക്സ് ചെയ്തതിൻ്റെ ശേഷമാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ ഉപ്പ് കലക്കണം, അങ്ങനെ ചെയ്യണം. അപ്പോൾ നമ്മൾ നന്നായി നനച്ച് കൊടുക്കണം കേട്ടോ. ഈ ഒരു പുട്ടുപൊടി നല്ല വെള്ളം ആവശ്യമുണ്ട് ഇതിന്, എന്നാലുള്ളൂ അതിങ്ങനെ പെരുകി പെരുകി വരും ആ പൊടി. അങ്ങനെയാണ് ആ പൊടിയുടെ കാര്യം. അപ്പോൾ അങ്ങനെ പുട്ടുപൊടി നനച്ച് കൊടുത്തു. ഇനി നമുക്ക് ക്യാരറ്റും ബീട്രൂട്ടും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അത് രണ്ടും ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങ വേണം. അത് പിന്നെ നമ്മളെ സാധാ ചുടുന്ന പുട്ടിലൊക്കെ നമുക്ക് തേങ്ങ വേണമല്ലോ. തേങ്ങ ഇല്ലാത്ത പുട്ടുണ്ടോ? അതല്ലേ പുട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് തേങ്ങയും ചിരകി എടുത്താൽ നമ്മളെ പരിപാടി തുടങ്ങാം. അപ്പോൾ നമ്മളെ നനച്ച് വെച്ച പൊടി പകുതിയാക്കുക. ഒരു പകുതി ക്യാരറ്റിനും പകുതി ബീട്രൂട്ടിനും എടുക്കുക. അപ്പോൾ അങ്ങനെ രണ്ടും പൊടികളും ക്യാരറ്റും ബീട്രൂട്ടും മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളെ പുട്ടുംപാനി അടുപ്പത്ത് വെക്കുക, വെള്ളം ഒഴിക്കുക, പിന്നെ അതിൻ്റെ കുറ്റി എടുക്കുക, അതിൽ തേങ്ങ ഇടുക, നമ്മൾ റെഡിയാക്കി വെച്ച പൊടി ഇട്ട് കൊടുക്കുക, തേങ്ങ ഇടുക, പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളെ അടുപ്പത്ത് വെച്ച പുട്ടുംപാനിയുടെ മുകളിൽ വെച്ചെടുത്തിട്ട് അതങ്ങനെ ആവി കയറ്റുക. ആവി കയറ്റിയാൽ നമ്മളെ പുട്ടുന്ന ആവി വന്നില്ല എന്ന് പറയില്ലേ, അപ്പോൾ ആ ആവി വരുന്നുണ്ടോ നോക്കുക. അപ്പോൾ ആവി വന്നു കഴിഞ്ഞാൽ നമ്മളെ പുട്ട് റെഡിയാട്ടോ. ആവി വന്നിട്ടില്ലേ നമ്മളെ പുട്ട് റെഡിയാവില്ല. അപ്പോൾ ആവി വന്നു കഴിഞ്ഞാൽ നമ്മളെ പുട്ട് റെഡിയായി. അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് നമ്മളെ പുട്ട് കുത്തിയെടുക്കുക. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മളെ മക്കൾക്കൊക്കെ ഇങ്ങനെ അപ്പവും പുട്ടൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. നമ്മളെ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ സന്തോഷത്തിൽ അത് തിന്ന് പോകും. അല്ലെങ്കിൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മക്കൾ സ്കൂളിലേക്ക് പോകും. അപ്പോൾ വെറൈറ്റി ആയി ഉണ്ടാക്കി കൊടുത്താൽ അവരത് കഴിച്ചോളും. പിന്നെ അവരെ ഹെൽത്തിനും നല്ലതാണ്, ക്യാരറ്റും ബീട്രൂട്ടൊക്കെ അല്ലേ. അപ്പോൾ അത് നമ്മളെ പുട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഞാൻ പറഞ്ഞില്ലേ, കറി ഇല്ലെങ്കിൽ നമുക്കിതിൽ കുറച്ച് മധുരം ഇട്ട് കൊടുക്കുക. ആ പൊടി റെഡിയാക്കുമ്പോൾ തന്നെ മധുരം ഇട്ട് കൊടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, ബൈ.